ദർഗയ്ക്കുള്ള ഫസ്റ്റ് ഗേറ്റാണ് കാണുന്നത്. ദർഗയ്ക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അജ്മീർ എന്ന നഗരത്തിൻ്റെ സമ്പന്നമായ സംസ്കാരവും ആത്മീയതയും ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയിൽ ഗുലാം ജാം പോലുള്ള മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം കടകൾ ഇതുണ്ടാക്കുന്ന തിരക്കിലാണ്. വഴിയുടെ രണ്ടു വശത്തുമുള്ള കടകളിലെ കച്ചവടം കാണുമ്പോൾ മനസ്സിനുള്ളിൽ വലിയ അനുഭൂതി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ദർഗയിലേക്കുള്ള ഇടുങ്ങിയ റോഡിലൂടെയുള്ള യാത്രയിൽ പുരാതന കാലത്തെ കെട്ടിടങ്ങൾക്ക് പറയാനായി സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ധാരാളം കഥകൾ തന്നെയുണ്ട്. ഖാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ ഖബറിടമായിട്ടുള്ള അജ്മീർ ദർഗാ ഷെരീഫിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർത്ഥാടനത്തിനായിട്ട് ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ അജ്മീർ ദർഗാ ഷെരീഫ്. നിരവധി കച്ചവടക്കാരാണ് ഇപ്പോൾ ഇതിന്റെ ഈ രണ്ട് സൈഡിലും ഉള്ളത്. ഓക്കെ, കളർഫുൾ ആയിട്ടുള്ള ഷോപ്പിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു ഇടം കൂടിയാണ് അജ്മീർ മാർക്കറ്റ്. സ്ട്രീറ്റിൽ ഊത് പുകയിക്കുന്ന മനുഷ്യരെയും രാജസ്ഥാനി സാംസ്കാരിക വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ചായ വിൽപ്പന നടത്തുന്നവരെയും നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നതാണ്. വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ടൈമാണ്. ദൂരെ നിന്നും എൻട്രൻസ് ഗേറ്റ് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഗരീബ് നവാസിന് അർപ്പിക്കാനുള്ള പുഷ്പങ്ങളും പട്ടും വിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന കച്ചവടമാണ്. മുഗൾ സാമ്രാജ്യത്വ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള വളരെ വലിയ പ്രവേശന കവാടമാണിത്. പ്രവേശന കവാടത്തോട് ചേർന്നുകൊണ്ട് തന്നെ പാദരക്ഷകൾ സംരക്ഷിക്കുന്നവർ ധാരാളമുണ്ട്. ഞങ്ങളുടെ പാദരക്ഷകളെല്ലാം തന്നെ അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ദർഗക്കകത്തേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വലിയ തുണി വിശറി ഉപയോഗിച്ച് കാറ്റ് വീശി കൊടുക്കുന്നവരെ പോലും നമുക്ക് കവാടത്തിന് മുന്നിൽ കാണാനായി സാധിക്കുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടാത്തതിനാൽ യാത്ര സുഖകരമാണ്. ദർഗക്കകത്തെ വഴിയരികിലും കച്ചവടം നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാനാണ് മനോഹരമായ ചിത്രപ്പണികളോടെ വെള്ളിയിൽ തീർത്ത വാതിലുമടങ്ങിയ കവാടം നിർമ്മിച്ചു നൽകിയത്. ഈ കവാടത്തിനുള്ളിൽ നിന്നും നോക്കിയാൽ കാണുന്നത് ദർഗയ്ക്കുള്ളിലെ വലിയൊരു ഗേറ്റാണ്. ഈ ഗേറ്റും കടന്നുകൊണ്ട് നമ്മൾ ചെല്ലുന്നത് അജ്മീർ ചെമ്പുകൾക്കടുത്തേക്കാണ്. വളരെയധികം പ്രശസ്തി ആർജിച്ച അജ്മീർ ചെമ്പുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇടതുവശത്തായി ഒന്നും അതുപോലെ വലതുവശത്തായി മറ്റൊന്നും അടുപ്പിനു മുകളിലായി സ്ഥാപിച്ചിരിക്കുന്നു. പടികൾ കയറി ചെന്നാൽ കാണുന്ന ചെമ്പിലെ സഹായങ്ങൾ ഗരീബ് നവാസിനോടുള്ള മനുഷ്യരുടെ ആദരണയും ബഹുമാനവുമാണ്. ഒരു കാലത്ത് അക്ബർ ചക്രവർത്തി ഈ ഒരു ദർഗയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള വലിയൊരു ചെമ്പ് തന്നെയാണിത്. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ജഹാംഗീർ ചക്രവർത്തി നൽകിയിട്ടുള്ള ഒരു ചെമ്പുണ്ട്. അപ്പൊ ഈ ചെമ്പില് എല്ലാവരും നിരന്തരം അവരുടെ സംഭാവനകൾ ഇതിൽ നിക്ഷേപിക്കും. ആ ഒരു സംഭാവനകൾ എടുത്തിട്ട് തന്നെ ഇവിടെ എല്ലാ സാധാരണ ആളുകൾക്ക് ഇവര് സ്ഥിരം ഭക്ഷണം ഉണ്ടാക്കി നൽകുകയും ചെയ്യുന്നുണ്ട്. അരിയായും പണമായും മൂല്യമുള്ള എന്തും ആരോടും ചോദിക്കാതെ മറ്റുള്ളവന് ദാനം ചെയ്യാനുള്ള ഒരു മനസ്സിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നതാണ് ഈ ചെമ്പിന്റെ പ്രത്യേകത. നടുത്തളത്തിലായിട്ട് വലിയൊരു വാട്ടർ ടാങ്ക് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് കയ്യും കാലൊക്കെ കഴുകാനായിട്ട് ധാരാളം വെള്ളമുണ്ട്. നല്ല തണുത്ത വെള്ളമാണ് ഈ വാട്ടർ ടാങ്കിലുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കയ്യും കാലൊക്കെ കഴുകിയിട്ട് ദർഗയിലേക്ക് പോവാം. ഇപ്പൊ ശരിക്കും തിരക്ക് പിടിച്ചിട്ടുള്ളൊരു സമയമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നിസ്കാര സമയം കൂടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പല തീർത്ഥാടകരും മൊയിനുദ്ദീൻ ചിശ്തിയുടെ ഖബർസ്ഥാനിന് ചുറ്റും ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ചരടുകൾ കൊടുന്ന് കെട്ടുന്നതെല്ലാം നമുക്കിവിടെ ഇരുന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഖാജ മൊയിനുദ്ദീൻ ചിശ്തിയെ പറ്റി ഞാനൊന്ന് ചുരുക്കി വിവരിക്കാം. AD 1143 ഇന്നത്തെ ഇറാനിലെ സിസ്താനിലാണ് അദ്ദേഹം ജനിച്ചത്. ഹസൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പാഴ്സി, അറബി ഭാഷകൾ കൂടാതെ ഖുറാൻ മനഃപ്പാഠമാക്കിയിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷം അദ്ദേഹം ഒരു ആത്മീയ അന്വേഷണത്തിനായി ഇറങ്ങി. ഹജ്ജ് തീർത്ഥാടന ശേഷം അഫ്ഗാനിസ്ഥാൻ, ബുക്കാറ, ദമസ്കസ് എന്നീ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം ഡൽഹിയിലൂടെ അജ്മീറിലെത്തി. എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. സൂഫിസം ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നതും ഖാജയിലൂടെയാണ്. ദർഗയ്ക്കുള്ളിലെ ഓരോ ഭാഗത്തും കച്ചവടക്കാരാണ്. ഞങ്ങളെല്ലാവരും ദർഗയുടെ ഉള്ളിൽ നിന്ന് തന്നെ
ഒരു തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ആചാരപ്രകാരം എല്ലാവരും തൊപ്പി വെക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഒരു ഗ്രീൻ കളറിലുള്ള തൊപ്പിയാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചിട്ടുള്ളത്. വാങ്ങിച്ച് തൊപ്പി സെറ്റ് ആക്കിയിട്ടുണ്ട്. തൊപ്പിയൊക്കെ വെച്ച് എല്ലാവരും ദർഗാ ഷെരീഫിന്റെ അടുത്തേക്ക് പോവുകയാണ്. കൾ വെക്കുന്നതായാലും തൊപ്പികൾ, വള, എല്ലാ മെറ്റീരിയൽസും ഈ ദർഗയുടെ ഉള്ളിൽ കിട്ടാനായിട്ടുണ്ട്. ദൈവത്തോടുള്ള സ്നേഹത്തിന്റെയും ഭക്തിയുടെയും പ്രാധാന്യം ഖാജ മൊയിനുദ്ദീൻ ഊന്നി പറഞ്ഞു. മറ്റുള്ളവരെ സേവിക്കുന്നതിലാണ് യഥാർത്ഥ ആത്മീയത സ്ഥിതി ചെയ്യുന്നതെന്നും എല്ലാ മനുഷ്യരും തുല്യരാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. മനുഷ്യരുടെ സങ്കടങ്ങളും പ്രാരാബ്ദങ്ങളും പറഞ്ഞു തീർക്കാൻ ധാരാളം തീർത്ഥാടകർ ദിവസേന എത്തുന്ന ഒരു പുണ്യസ്ഥലമാണ് അജ്മീർ. ഷാജഹാനാണ് ദർഗയോട് ചേർന്നുള്ള ഈ ഒരു മസ്ജിദ് നിർമ്മിച്ചത്. ദർഗക്കകത്തേക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതിനാൽ തന്നെ നമുക്ക് അവിടെയുള്ള ദൃശ്യങ്ങളൊന്നും കാണിക്കാനായിട്ട് സാധ്യമല്ല. താരാഗട്ട് മലനിരകളാണ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെമ്പ് സ്ഥാപിച്ചിരിക്കുന്ന അടുപ്പാണിത്. ദർഗയിലെ ചെറിയ ചെമ്പിനടുത്തേക്ക് പോകുമ്പോൾ മുഗൾ ഭരണകാലവുമായി ബന്ധപ്പെട്ട ചരിത്രം പങ്കിടുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ചെമ്പാണ് ദർഗാ ഷെരീഫിനായിട്ട് ജഹാംഗീർ ചക്രവർത്തി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിലും നിരവധി സംഭാവനകൾ ദിവസം വരും. അജ്മീറിൽ ഈ ഒരു ചെമ്പിലാണ് എല്ലാ ദിവസവും തീർത്ഥാടകർക്കായിട്ട് പ്രസാദം ഉണ്ടാക്കി നൽകുന്നത്. സൂഫിസം സാമ്രാജ്യത്തിനുള്ളിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും ധാരാളം പേരുടെ പട്ടിണി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞ അക്ബർ ചക്രവർത്തി ദേവാലയത്തിനായി ഒരു ചെമ്പ് സമ്മാനിക്കുകയും സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ദർഗയ്ക്കുള്ളിൽ എപ്പോഴും നടക്കുന്ന ഖവാലി സംഗീതം ആസ്വദിക്കാനായിട്ടാണ്. അജ്മീറിലെ ദർഗാ ഷെരീഫിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അക്ബർ ചക്രവർത്തി കൊടുത്ത ഒരു ചെമ്പാണ് അവിടെ. അങ്ങനെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടുകാരെല്ലാരും ഇവിടെ നിൽക്കുന്നത്. ദർഗക്കുള്ളിലെ കാഴ്ചകളും ഖവാലി സംഗീതവും ആസ്വദിച്ചതിനു ശേഷം പുറത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഗോൾഡൻ ചുമരിനോട് ബൈ പറഞ്ഞുകൊണ്ട് നേരെ വന്നു കാണുന്നത് ദർഗയ്ക്ക് മുന്നിലെ വലിയൊരു തിരക്ക് തന്നെയാണ്.
സൂക്ഷിക്കാൻ കൊടുത്ത ചെരുപ്പുമെടുത്ത് ദർഗയുടെ സ്ട്രീറ്റിലെ രാത്രി മാർക്കറ്റിന്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു നടത്തമാണിത്. ദർഗയ്ക്ക് മുന്നിലെ ഈ ഒരു മാർക്കറ്റ് തീർച്ചയായും ചുറ്റിക്കറങ്ങി കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ ഭയങ്കര തിരക്ക് തന്നെ ഉണ്ടോ ഈ ദർഗയുടെ അടുത്ത്. ഭിക്ഷയ്ക്ക് വരുന്ന ആളുകൾ ധാരാളമാണ്. അപ്പോൾ അവര് നമ്മളെ പിന്നാലെന്ന് ഒഴിവാവൂല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എല്ലാ കടകളും നല്ല നീറ്റായിട്ട് തന്നെയാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. രാജസ്ഥാനിലെ തുണിത്തരങ്ങളെല്ലാം തന്നെ വളരെ ചീപ്പ് റേറ്റിന് ലഭ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് കൂടിയാണ് അജ്മീറിലേത്. എപ്പോഴും ആളുകൾ വരുന്ന കാരണം തന്നെ നല്ല കച്ചവടമുള്ള ഒരു ഏരിയ തന്നെയാണ്. അജ്മീറിലെ സ്ട്രീറ്റ് ഫുഡ് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കബാബാണ്. അപ്പോൾ 2 ഐറ്റം കബാബാണ് ഇപ്പോൾ ഇവരുടെ അടുത്തുള്ളത്. 50 രൂപയുടെ ഉണ്ട് സെറ്റ്, അതുപോലെ തന്നെ 70 രൂപയുടെ ഉണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കബാബ് തന്നെയാണെന്നാണ് എല്ലാവരും കഴിച്ചവരെല്ലാവരും തന്നെ പറയുന്നത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ധാരാളം ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കബാബിന് വേണ്ടിയിട്ട്. ചെറിയ കുട്ടികൾ തന്നെയാണ് കേട്ടോ ഈ കബാബൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബാബാണ് കേട്ടോ. സൂപ്പർ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓർണമെന്റ്സ് ഒക്കെ വളരെ ചീപ്പ് റേറ്റ് കിട്ടുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് അജ്മീറിലേത്. വ്യത്യസ്ത തരത്തിലുള്ള ഊതുകൾ ഇവിടെ ലഭ്യമാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള കല്ലുകൾ നമുക്കിവിടെ മാർക്കറ്റിൽ കാണാനുണ്ട് കേട്ടോ. രാത്രി നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കോട്ടും തൊപ്പിയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാനും ഇതിനൊക്കെ ഉള്ള തിരക്കാണ്. അപ്പോൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുക എന്നുള്ള ഒരു എൻജോയ്മെൻ്റാണ് നമുക്ക്. പല ആളുകളും ഈ സ്ട്രീറ്റിലൂടെ നടന്നൊന്ന് സ്ട്രീറ്റിനെ അറിയാമെന്നുള്ളതാണ് ഏറ്റവും ഒരു വലിയൊരു കാര്യം. ഒറ്റയ്ക്ക് ഈ സ്ട്രീറ്റിനുള്ളിലൂടെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും വഴിയെത്തി പോവും. പിന്നെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇന്നത്തെ കാലത്ത് ഒരു സഹായം എന്ന് പറയാനായിട്ട്. വളരെയധികം ഉള്ളേരിയകളുള്ള ഒരു മാർക്കറ്റ് കൂടി തന്നെയാണ് അജ്മീറിലേത്. അജ്മീറിലെ ഫുഡൊന്നും ഒരു രക്ഷയില്ലാത്ത ഫുഡ് തന്നെ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് തന്നെയാണ് അജ്മീറിൽ ലഭിക്കുന്നത്. പക്ഷെ നിങ്ങളിവിടെ വരുമ്പോൾ ഹോട്ടൽ ചൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നോക്കി കണ്ടൊക്കെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പണി കിട്ടിയെന്ന് വരും. ഇവിടുത്തെ സ്ട്രീറ്റിലൂടെ ഇപ്പോൾ നമ്മൾ നടന്ന് നമ്മൾ ഇറങ്ങിയ ദർഗയുടെ മുന്നിലേക്ക് തന്നെയാണ് അവസാനം എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദർഗയുടെ മുന്നിൽ കൂടെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയുന്നു. താങ്ക് യു സോ മച്ച്. Zoom.